ഡൽഹിയിൽ വീണ്ടും ബലാത്സംഗ കൊലപാതകം. നെഹ്റു വിഹാറിൽ 9 വയസ്സുകാരിയാണ് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. കൃത്യം നടന്ന് 26 മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രതിയെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഇന്നലെ രാത്രി 8:41 ദയാൽപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നത്. 9 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട നിലയിൽ രക്തം വാർന്ന് ഒരു സ്യൂട്ട് കേസിനകത്ത് നിന്ന് കണ്ടെത്തി എന്നായിരുന്നു സന്ദേശം. ക്രൈം സീനിലേക്ക് പോലീസ് എത്തിയപ്പോഴേക്കും കുട്ടിയെ അച്ഛൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. നെഹ്റു വിഹാറിലുള്ള ദയാൽപൂരിലെ ഗലി നമ്പർ 2 നിന്ന് പോലീസ് JPC ആശുപത്രിയിൽ എത്തിയപ്പോൾ കുട്ടി മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ ഹൃദയമിടിപ്പോ പൾസോ ഉണ്ടായിരുന്നില്ല. ശരീരമാകെ രക്തം വാർന്ന പെൺകുട്ടിയുടെ മുഖത്തും സ്വകാര്യ ഭാഗങ്ങളിലും മുറിവുകൾ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ബലാത്സംഗം നടന്നുവെന്ന് ഡോക്ടർമാരും സ്ഥിരീകരിച്ചു. ഇന്നലെ രാത്രി ബന്ധുവിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയ കുട്ടിയെ സമയം കുറെ കഴിഞ്ഞിട്ടും കാണാതായതോടെയാണ് അച്ഛനും പരിസരവാസികളും തിരഞ്ഞിറങ്ങിയത്. കുട്ടി ബന്ധുവീട്ടിലും എത്തിയിട്ടില്ല എന്ന് മനസ്സിലായി. സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികളാണ് 9 വയസ്സുകാരി ഒരു വീടിനകത്തേക്ക് കയറുന്നത് കണ്ടു എന്ന് പറഞ്ഞത്. തിരഞ്ഞിറങ്ങിയവർ നോക്കുമ്പോൾ ആ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോൾ രക്തമൊഴുകുന്ന സൂട്ട് കേസിനകത്താണ് അച്ഛൻ പെൺകുട്ടിയെ കാണുന്നത്. പ്രതിയെപ്പറ്റി ചില വിവരങ്ങൾ ലഭിച്ചു എന്ന് പറയുന്നതല്ലാതെ ആരാണെന്നോ എപ്പോൾ പിടിക്കുമെന്നോ വ്യക്തമാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഡൽഹിക്ക് പുറമെ ഗാസിയാബാദും മീററ്റും കേന്ദ്രീകരിച്ചടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.